നല്ല തറവാടുത്ത് നോക്കിയിട്ട് ഒരാൾ പെണ്ണിട്ടി, ആ തറവാട്ടിൽ കുരുത്തം കെട്ട ഒരുത്തണ്ടായാൽ മതി, തറവാടിന്റെ പേര് ചീത്തായി, അതുകൊണ്ട് കാര്യമില്ല. ഇനി പെണ്ണിന്റെ ഭംഗി നോക്കിയ ഒരാൾ കല്യാണം കഴിച്ചു, ആലോചിച്ച് നോക്കി നിങ്ങൾ. വീട്ടിൽ അടുപ്പത്ത് തളച്ചോണ്ടിരിക്കുന്ന തളച്ച വെള്ളം ഒന്നിനു പറഞ്ഞാൽ മതി, ഭംഗിന്റെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ശരീരത്തിലൊരു ഒരു രോഗം പിടിപെട്ടാൽ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, ഭംഗി തീർന്നു. ഇനി 2 പ്രസവം കഴിഞ്ഞാൽ തന്നെ തീർന്നു, അല്ലെ? 2 പ്രസവം കഴിഞ്ഞാൽ തന്നെ തീർന്നു. അപ്പൊ അവിടെ ഭംഗി എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ എവിടെയാണ് പ്രശ്നം? ദീന് നോക്കാതെ ഭംഗി നോക്കി, തറവാടുത്ത് നോക്കി, അത് മാത്രമേ നോക്കിയുള്ളൂ, ബാക്കിയൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം ചെറുതല്ല. ഇനി സമ്പത്തോ? ആലോചിച്ച് നിങ്ങൾ നമ്മുടെ നാടുകളിൽ വരുന്ന രോഗങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കി. മാരകമായൊരു രോഗം കുടുംബത്തിലൊരാൾക്കുണ്ടായാൽ വീട് വിൽക്കേണ്ടി വരും. സമ്പത്തൊന്നും നിലനിൽക്കൂല. എന്നും ഇഹലോകത്തും പരലോകത്തും നിലനിൽക്കുന്നത് എന്താണെന്നറിയോ? അത് ദീനാണ്. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ ഉമ്മാൻ അവൾ എങ്ങനെ നോക്കും, എന്റെ വാപ്പയെ അവൾ എങ്ങനെ നോക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യാനെന്നാണ്. ഫളഫിറു ബിദാത്തി ദീൻ, മതബോധത്തിന് പ്രാധാന്യം നൽകുക. ആ ഒരു ചിന്തയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാചകം നമുക്ക് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ഇനി അങ്ങനെ കല്യാണം ഉറച്ചു, പെണ്ണിന് ഇഷ്ടായി, ചെക്കൻക്ക് ഇഷ്ടായി, കുടുംബങ്ങളൊക്കെ റാഹത്തായി, വിവാഹം ഉറച്ചു. ഇനി എന്താ നടക്കാൻ പോണേ? ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇസ്ലാം ഹറാമാക്കിയ പല കാര്യങ്ങളും. നിക്കാഹ് എന്ന കർമ്മം നടക്കുന്ന ആ സമയം വരെ അവർ തമ്മിൽ ഹറാമായ ബന്ധമായിരിക്കും, സംസാരിച്ചാലോ ഇടപെട്ടാലോ ഒക്കെ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണല്ലേ, എന്താ എനിക്കത് വർത്താനം പറഞ്ഞാൽ, എന്താ ഞാനൊരു ചാറ്റിംഗ് നടത്തിയാൽ, എന്താ ഒന്ന് കൂടെ വിളിച്ചു കൊണ്ടുപോയി ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയപ്പോ എന്താ കുഴപ്പം? അതിലൊക്കെ ഒരു ലാഘവത്താണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിക്കാഹ് എന്ന ചടങ്ങ് ആ ഒരു ഇബാദത്ത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, അവൾ നമുക്ക് ഹലാലായ പെണ്ണായി മാറുള്ളൂ. അത് തിരിച്ചങ്ങോട്ടും അങ്ങനെ. ഒരു പുരുഷന് ഒരു സ്ത്രീ ഹലാലാവണമെങ്കിൽ എപ്പോ വേണം? നിക്കാഹ് നടക്കണം. ദുബൈയിലെ ഒരു സഹോദരൻ എല്ലാം ഉറച്ചു, ഒരു ബുധനാഴ്ച ദിവസം നിക്കാഹ് ഉറപ്പിച്ചു, അങ്ങനെ എല്ലാം റെഡിയായി. മൂപ്പര് ഞങ്ങളോടൊക്കെ കല്യാണം പറയൊക്കെ റെഡിയായി. ഓളെ കോഫി ഷോപ്പൊക്കെ വിളിച്ചിട്ടോളൂ വന്നിട്ടില്ല, ഫോൺ ചെയ്താൽ ശരിക്കും വർത്താനം പറയില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസം മുമ്പ് നിക്കാഹ് കല്യാണം മുടങ്ങി. മനസ്സിലാണെങ്കിൽ 3 ദിവസം മുമ്പ് കല്യാണം മുടങ്ങി. ആ ഒരു പെണ്ണിന്റെ പിതാവ് കരയണ കരച്ചിൽ കാണങ്ങൾ. ഞാൻ പറഞ്ഞു, ഹൈറല്ലേ, നിങ്ങൾ എന്തിനാ ദുഃഖിക്കണത്? എത്ര ഹൈറുള്ള കാര്യ. കാരണം നിക്കാഹിന് ശേഷമാണ് ഈ പരാതി വരുന്നെങ്കിലോ അതിന് മുമ്പ് തന്നെ അതൊക്കെ തീരുമാനമായല്ലോ. അപ്പൊ ദീന് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഖുൽ നബിയെ പറയണം, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ റസൂലേ അവരോട്. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കൂ റസൂലേ. എന്താ പറയേണ്ടത്? യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ കണ്ണിനെ കാത്തു സൂക്ഷിക്കാനും അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. ذَلِكَ أَزْكَى لَهُمْ إِنَّ اللَّهَ خَبِيرٌ بِمَا يَصْنَعُونَ. അതാണ് അവർക്ക് ഏറ്റവും ഖൈറായ മാർഗമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു.